ഭാരതീയ ഭാഷകൾക്കായി ഒരു പുതു അധ്യായം. ഇന്ത്യയുടെ ഭാഷാ പൈതൃകം ശക്തിപ്പെടുത്തുന്നതിലും ബഹുഭാഷാ പരിജ്ഞാനമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിലും പരിവർത്തനാത്മക ചുവടുവയ്പുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഭാരതീയ ഭാഷാ സമ്മർ ക്യാമ്പിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് NCERT എന്നിവ വികസിപ്പിച്ചെടുത്ത 13 ഇന്ത്യൻ ഭാഷാ പ്രൈമറുകളും പ്രത്യേക മൊഡ്യൂളുകളും കേന്ദ്രമന്ത്രി പുറത്തിറക്കി. വികസിത ഭാരതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് 8ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഊന്നിപ്പറഞ്ഞു. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കണമെന്നും അതും അവരുടെ മാതൃഭാഷയിൽ ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. पाठ्य पुस्तकों में मातृभाषा को स्थानीय भाषा को जोड़ने के लिए इस प्रवेशिका की नई सेतु पूर्णांग की ओर बढ़ रहा है. इसलिए मैं आपको शुभेच्छा देने के साथ जो आपने पढ़ाई के परे NCERT ने ज्ञान प्रवाह को बढ़ाते हुए जो मॉड्यूल्स बनाए हैं, विशेष कथा कहानी बनाई है, उसके लिए भी मैं आपको बधाई देता हूं. आज 26 मॉड्यूल 7 विषयों में भारत 5वीं अर्थनीति, जैसे संजय जी ने कहा कि अभी तो हम 4th इकोनॉमी बन चुके हैं. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധി പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രി അടിവരയിട്ടു. മാതൃഭാഷയിൽ AI ഉൾച്ചേർത്ത പാഠപുസ്തകങ്ങൾ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 7 ദിവസത്തെ സമ്മർ ക്യാമ്പ് നാനാത്വത്തിൽ ഏകത്വം സ്വീകരിക്കുന്നതിനുള്ള ഒരു വേദി വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും വ്യത്യസ്തമായ ഒരു ഭാഷാ കുടുംബത്തിലെ മറ്റൊരു ഇന്ത്യൻ ഭാഷ പഠിക്കും. ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വെർച്വൽ സിറ്റി ടൂറുകളിലും യഥാർത്ഥ ജീവിത സംഭാഷണ പരിശീലനത്തിലും അവർ ഏർപ്പെടും. വ്യത്യസ്ത ഭാഷകളിൽ ദേശസ്നേഹ ഗാനങ്ങൾ ആലപിക്കുക, പ്രാദേശിക ഉപകരണങ്ങൾ തിരിച്ചറിയുക, നൃത്തച്ചുവടുകൾ പഠിക്കുക, വീഡിയോകളിലൂടെയോ അതിഥി പ്രഭാഷകരിലൂടെയോ പ്രാദേശിക കലയുമായി ഇടപഴകുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ പരിശീലനം നേടും.